പിന്നെ ഈ ലിബറൽ ആയിട്ടുള്ള അവസ്ഥകൾ അവര് പലപ്പോഴും അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഫ്രാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു വെസ്റ്റേൺ ഫിലോസഫിയിലും അല്ലെങ്കിൽ ഒരു പുതിയ പൊളിറ്റിക്സിലൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ അതിനവർ വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഈ ഇമിഗ്രൻസിന്റെ പ്രശ്നങ്ങളായാലും ശരി, നമുക്കറിയാം ഷാർലി എബ്ദോ കൊലയൊക്കെ ആയാലും ശരി, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവർ തുറന്നു കൊടുക്കുന്ന തുറസ്സുകൾ അവർക്ക് തന്നെ തിരിച്ചടിക്കുന്നതായിട്ടും വരുന്നില്ലേ? അതുണ്ട്. അതില് പിന്നെ നമ്മളിപ്പോ ഈ നീതിബോധത്തെ കുറിച്ച് പറഞ്ഞാലും ചില പിന്നെ അടുത്ത കാലത്ത് വന്നിട്ട് ചില മാറ്റങ്ങളാണ്. ഉദാഹരണത്തിന് പിന്നെ ശിരോവസ്ത്രം ബാൻ ചെയ്തവർ, അതെ, ഇപ്പം സിഖുകാര് അവരുടെ പഗടി എന്ന് പറഞ്ഞ ശിരോവസ്ത്രം പാടില്ല, മുസ്ലിം പെൺകുട്ടികള് ഹിജാബ് ധരിക്കാൻ പാടില്ല. അപ്പൊ ഇതുപോലുള്ള നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. പക്ഷെ അവരത് കാണുന്നത്, അതാണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം, അത് അവർ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടൊന്നാണ്. ഇത് ഒരു രാജ്യമാണ്, ഇവിടെ എല്ലാവരും വികസിച്ചിട്ടുണ്ട്, ഒരു രാജ്യമാണ്, ഇവിടെ എല്ലാവരും ഒരേപോലെയാണെന്നുള്ളത്. പക്ഷെ നമ്മളത് കാണുന്നത്, ഞാനത് കാണുന്നത് നെഗറ്റീവായിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള വൈവിധ്യമാണ് കേട്ടോ. ഹിജാബ് ധരിച്ച് തല മൂടുന്നവരും തല മൂടാത്തവരും എല്ലാവരും ഉണ്ടാവണം കേട്ടോ. എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകണം. അപ്പൊ ആ ഒരു വൈവിധ്യം എന്നുള്ളതുണ്ടല്ലോ, അതില്ലാതായി പോകുന്നുണ്ട്. അത് എനിക്കൊന്ന് നമ്മൾ മലയാളി ആയതുകൊണ്ടാണോ അല്ലെ ഇന്ത്യക്കാരനാണോ എനിക്കറിയില്ല. പക്ഷെ അവര് പോസിറ്റീവായിട്ട് കാണുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളത്. പക്ഷെ എനിക്കത് പോസിറ്റീവല്ല, നെഗറ്റീവാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നത് പലതരത്തിലുള്ള മനുഷ്യർ, പലതരത്തിലുള്ള വേഷങ്ങൾ, പലതരത്തിലുള്ള ആചാരങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യ അങ്ങനെയാണ്. നമ്മൾ ഒരു ഇന്ത്യൻ കാഴ്ചപ്പാട് കൂടിയാണ് ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് ആ വൈവിധ്യം വളരെ കുറവാണ്. യൂറോപ്പിലെ വൈവിധ്യം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഈ കറുത്ത ആളുകൾ അവിടെ വന്ന് താമസിച്ചിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു വൈവിധ്യമുണ്ട്, വെളുപ്പും കറുപ്പും. ആ വൈവിധ്യം പക്ഷെ അത്രയുള്ള ഒരു വൈവിധ്യം അത് നമുക്ക് പ്രകടമായിട്ട് നമുക്ക് കാണാം, വെളുപ്പും കറുപ്പും അത്രയേ ഉള്ളൂ. നമ്മളെങ്ങനെയല്ലല്ലോ. അപ്പം ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കാം. എനിക്ക് അവിടെ ചെന്നപ്പം വിയോജിപ്പിൽ തോന്നി, മാത്രമല്ല വല്ലാതെ ഷോക്കും തോന്നി. അപ്പം ഞാനൊരു പക്ഷേ പഴഞ്ചനായി ചില കാര്യത്തിൽ. പക്ഷെ എങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടീനെ ഹിജാബ് തലയിൽ തട്ടമുട്ട് നടക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. ഒരുപക്ഷെ ഞാൻ പഴഞ്ചനായതുകൊണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞ വൈവിധ്യം എന്നുള്ളത് കേട്ടോ.